ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ കീപ്സ് ഹിസ് ബുക്സ് ബൈ സിംഗിൾ എൻട്രി സിസ്റ്റം. ഹിസ് പൊസിഷൻ ഓൺ 1st January 2019 വാസ് ആസ് ഫോളോസ്. അപ്പോൾ 1st January 2011 അവരുടെ എന്താണ് പറയുന്നത്, ബാലൻസ് ഷീറ്റ് പൊസിഷനാണ് പറയുന്നത്. ക്യാഷ് അറ്റ് ബാങ്ക് 5,000, ക്യാഷ് ഇൻ ഹാൻഡ് 10,000, stock 7,000, debtors 8,400, plant and machinery 6,500, bills receivable 2,600, creditors 2,500, bills payable 4,000. അപ്പോൾ ഇതാണ് അവരുടെ 1st January 2011 അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓൺ 31st December 2011 ഹിസ് പൊസിഷൻ വാസ് ആസ് അണ്ടർ. Cash at bank 4,300, cash in hand 1,700, stock 9,000, sundry debtors 6,000, then plant and machinery 6,500, bills receivable 3,200, creditors 160, bills payable 3,200. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് 31st December 2011 അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ്. ഓക്കെ, ഡ്യൂറിങ് ദ ഇയർ A introduced further capital of rupees 2,000 and his drawings were rupees 800 per month. Depreciate plant and machinery by 5% and create a reserve for bad and doubtful debt at 5%. From the following information, prepare a statement showing the profit and loss made by him for the year 31st December 2011. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, നമുക്ക് എ എന്ന് പറയുന്ന ഒരാളുടെ സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ബുക്ക് കീപ്പിംഗ് ഉള്ള ആളുടെ 1st January 2011 ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ 31st December 2011 ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഫർദർ ക്യാപിറ്റൽ അഡീഷണൽ ക്യാപിറ്റൽ ഒരു 2,000 rupees എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയാളുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 800 per month ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ 5% ഡിപ്രീസിയേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് 5% റിസർവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെയ്ഡ് ബൈ ഹിം, അതായത് എ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത്, നമ്മൾ ഇങ്ങനെ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റുകൾ തന്നാൽ നമുക്ക് അവിടെ എന്ത് കണ്ടുപിടിക്കണം, ക്ലോസിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാറ്, ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സുമാണ് ആദ്യം പ്രിപ്പയർ ചെയ്യാറ്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 1st January 2011, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം എന്തുണ്ട്, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് സൈഡ് ലയബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്തെഴുതാം, അസറ്റുകൾ എഴുതാം. അസറ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതായത് 1st January 2011 ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞ് നമുക്ക് 5,000 rupees ഉണ്ട്. സോ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ അസറ്റ് സൈഡിൽ 5,000 റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്തത് നമുക്കുള്ളത് ക്യാഷ് ഇൻ ഹാൻഡാണ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണുള്ളത്, 1,000 rupees ആണുള്ളത്. സോ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ 1,000 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ഐറ്റം പറയുന്നത് സ്റ്റോക്കാണ്. അടുത്ത അസറ്റ് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് എത്രയാണ്, 7,000 ആണ്. സോ സ്റ്റോക്ക് 7,000 റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ഐറ്റം വരുന്നത് അസറ്റായിട്ട് വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എത്രയാണ്, 8,000 ആണ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയാം. സോ 8,000 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അടുത്തത് ഏതാണ് അതിലുള്ളത്, അതിൽ വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി 6,500 റെപ്രസെൻറ്റ് ചെയ്യുക. ബിൽസ് റിസീവബിൾ 2,600. സോ നമ്മുടെ അസറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത് ഈ എല്ലാ ഐറ്റം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 30,500 ആണ് നമ്മുടെ അസറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറയുന്നത്. സോ നമ്മുടെ ലയബിലിറ്റി സൈഡും ടോട്ടൽ എന്തായിരിക്കണം, ഈ 30,500 ആയിരിക്കണം. നമുക്ക് നോക്കാം. ലയബിലിറ്റി സൈഡിൽ നമുക്ക് ആദ്യം വരുന്ന ഐറ്റം 2 ഐറ്റമേ വരുന്നുള്ളൂ. ഏതൊക്കെയാണ്, ഒന്ന് ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 2,500 റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത് പറയുന്നത് ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്, എത്രയാണ്, 4,000. സോ 4,000 റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് ലയബിലിറ്റി സൈഡ് എത്രയേ വരുള്ളൂ? 6500 ആണ് വരുള്ളൂ. ബാക്കി അവിടെ വരുന്ന ബാലൻസ്, അതായത് 30,500 നിന്നും 6500 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ആണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് പറയുന്നത്. സോ അവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര വരും? 30,500 മൈനസ് 6500. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 24,000 ആണ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 24,000 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റ് സൈഡും അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡും ടോട്ടൽ എത്ര വരും? 30,500 എന്ന് വരും. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഏതാണ്? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യാറുള്ളത് അല്ലേ? ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ തന്നിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. സോ അതെങ്ങനെ നോക്കാം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഓൺ 31st December 2011. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ലയബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഏത് എഴുതാം? അസറ്റ് തന്നെ എഴുതാം. അസറ്റിൽ ഫസ്റ്റ് വൺ പറയുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. സോ ബാങ്ക് എന്ന് പറഞ്ഞ് നമ്മൾ എത്ര എഴുതി? തന്നിരിക്കുന്ന എമൗണ്ട് 4,300 റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1,700 തന്നിട്ടുണ്ട്, അത് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ഐറ്റം നമുക്ക് തന്നിരിക്കുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്കാണ് അസറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 9,000 റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ഐറ്റം നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ്? ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് തന്നിരിക്കുന്നത് 6,000 ആണ്. പക്ഷെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷനിൽ ഒരു ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എപ്പോഴും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ വന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷൻ നമ്മൾ കണക്ക് കൂട്ടാറ്. അതായത് അവിടെയാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യാറ്. സോ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 6,000 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5% ആണ് എന്ത് ചെയ്യേണ്ടത്? റിസർവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. സോ 6,000 ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 300 വരും. സോ ആ എമൗണ്ട് കഴിഞ്ഞിട്ട്, അതായത് 6,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 300. സോ ഡെപ്റ്റേഴ്സ് നിന്ന് 300, അതായത് 6,000 നിന്ന് 300 മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന 5,700 ആണ് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 5,700 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് പറയുന്നത് പ്ലാന്റ് ആൻഡ് മിഷനറി ആണ്. പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 6,500 ആണ്. അവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡിപ്രീസിയേറ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി ബൈ 5% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ എപ്പോഴാണ്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 6,500ൻ്റെ 5% ആണ്. 6,500ൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 6,500ൻ്റെ 5% 325 വരും അല്ലേ? സോ 6,500 നിന്നും ഡിപ്രീസിയേഷൻ 325 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള 6,175 ആണ് നമ്മൾ മിഷനറി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത് പറയുന്നത് ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 3,200 തന്നിട്ടുണ്ട്. സോ നമ്മുടെ അസറ്റ് സൈഡ് ടോട്ടൽ 30,075 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് വരുന്നത് ലയബിലിറ്റി സൈഡാണ്. ലയബിലിറ്റി സൈഡിലും നേരത്തെ എഴുതിയ പോലെ രണ്ട് എമൗണ്ടുകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 1,600 ആണ്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് 3,200 ആണ്. അതിൽ ക്വസ്റ്റ്യനിൽ 1,600 ആണ് എഴുതിയിരിക്കുന്നത്. അത് 160 എന്ന് എഴുതിയിരിക്കുന്നത്. അത് 1,600 എന്ന് എഴുതിക്കോളൂ കേട്ടോ. ക്രെഡിറ്റേഴ്സ് 1,600 എന്ന് പറയും. അടുത്ത ബിൽസ് റിസീവബിൾ എത്രയാണ് പറഞ്ഞത്? 3,200 നമുക്ക് തന്നിട്ടുണ്ട്. സോ അവിടെ വരുന്നത് 4,800 ആണ് എന്ത് വരുന്നത്? നമുക്ക് ലയബിലിറ്റി സൈഡ് വരുന്നുള്ളൂ. സോ 30,075 നിന്നും 4,800 ഡിഡക്റ്റ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് ആണ് നമുക്ക് എവിടെ വരുന്നത്? ക്ലോസിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് വരിക. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,075 മൈനസ് 4,800 എത്രയാണ്? 25,275 എന്ന് കിട്ടും. ഓക്കെ, അതുവരെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് കിട്ടി? നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടി. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാനാണ്. സോ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ്
31 ഡിസംബർ 2011 എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാൻ പോവാണ്. സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുമ്പോൾ ഇന്ന് രാവിലെ പഠിച്ച ഇക്വേഷൻ ആണ്, ഉച്ചയ്ക്ക് നമ്മൾ ചെയ്ത ഇക്വേഷൻ തന്നെയാണ് കുറച്ചും മുമ്പ് ചെയ്തത്. ഏതൊക്കെയാണ് ഇക്വേഷൻ വരുന്നത്? ക്ലോസിങ് ക്യാപിറ്റലിൽ നിന്നും ഡ്രോയിങ്സ് ലെസ് ചെയ്യുക, ഡ്രോയിങ്സ് ആഡ് ചെയ്യുക, അഡീഷണൽ ക്യാപിറ്റൽ ലെസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഓപ്പണിംഗ് ക്യാപിറ്റലും ലെസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആസ് ഓൺ 31/12/2011, അതായത് നമ്മുടെ ക്ലോസിംഗ് ക്യാപിറ്റൽ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 31 ഡിസംബർ 2000 വരുന്ന ബാലൻസ്, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 25,275. ആഡ്, അതിൻ്റെ കൂടെ എന്താ ചെയ്യാറ്? ഡ്രോയിങ്സ് ആഡ് ചെയ്യാറ്. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 800 ആണ്. പെർ മന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ 800 × 12. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ് വരിക? 9,600 വരും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്താണ് കിട്ടുക? അഡ്ജസ്റ്റഡ് ക്യാപിറ്റലാണ് കിട്ടുക. എത്രയാണ്? 34,875 എന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മൾ ഫെർദർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യും. സോ ലെസ് ഫെർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 2,000 ആണ്. സോ 34,875 നിന്നും 2,000 നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് 32,875 എന്ന് കിട്ടും. അങ്ങനെ 32,875 കിട്ടിയതിന് നമ്മൾ എന്ത് പറയും? അഡ്ജസ്റ്റഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയും. അതിൽ നിന്ന് നമ്മൾ ലെസ് ക്യാപിറ്റൽ ഓൺ 1 ജാനുവരി 2011, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 24,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ 32,875 നിന്നും 24,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 887 ആണ് നമ്മുടെ എന്ത് പറയുന്നത്? പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂ കേട്ടോ.